ഇപ്പം നമുക്ക് നേരെ ദേശീയ തലത്തിലേക്ക് കൂടി പോകണം. ഈ പണിമുടക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചലനം മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ്. രാജ്യതലസ്ഥാനം സാധാരണ നിലയിലാണ്. ഒപ്പം ഉത്തരഭാരതത്തിലെ മറ്റ് നഗരങ്ങളെല്ലാം സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, നമ്മളിത് ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷമൊക്കെ അഖിലേന്ത്യാ പണിമുടക്ക് എന്ന പേരിൽ പണിമുടക്ക് നടക്കുമ്പോൾ നമ്മളെല്ലാ തവണയും കാണിക്കുന്നതായ ദൃശ്യങ്ങളാണ്. എല്ലാ വർഷവും നമ്മൾ ഈ ശൈലിയിൽ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അവിടുത്തെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊരു അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്ന കാര്യം? ഗൗതം, KP, രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ നഗരങ്ങളെല്ലാം തന്നെ സാധാരണഗതിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ പ്രധാനപ്പെട്ട വീതികളിൽ നിന്ന് മാറി ഉള്ളിലേക്കുള്ള ഒരു റോഡിലാണ്. അവിടെ പോലും വാഹനങ്ങളുടെ തിരക്കും ആളുകൾ സാധാരണഗതിയിൽ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നിരവധി ആളുകളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ എന്ത് ബന്ധാണ്, എന്താണ് കാരണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈയൊരു ബന്ദ് അല്ലെങ്കിൽ പണിമുടക്ക് കേരളത്തിനപ്പുറത്തേക്ക് എത്തിക്കാനോ അത് നടപ്പാക്കാനോ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചവർക്ക് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. അതിന് സമാനമായി ഡൽഹിയിൽ സാധാരണഗതിയിൽ തന്നെ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. മറ്റ് ഓഫീസുകൾ, അത് സർക്കാർ ഓഫീസുകളാണെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരു ദിവസം കടന്നു പോകാറുള്ളത് ആ സ്ഥിതി തന്നെയാണ് ഡൽഹിയിലുള്ളത്. കൂടാതെ കൊൽക്കത്ത, ലക്നൗ തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലെ ദൃശ്യങ്ങൾ രാവിലെ തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ, ഡൽഹി മാത്രമല്ല പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ സാധാരണഗതിയിൽ ജനജീവിതം മുൻപോട്ട് പോകുന്നുണ്ട്. മറ്റേ ഓഫീസുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നിരത്തുകളിൽ, റോഡുകളിൽ വാഹനങ്ങളുണ്ട്. അത്തരത്തിൽ പണിമുടക്ക്, ഈ ഒരു പണിമുടക്ക് എന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങളെ അറിയിക്കാനോ അല്ലെങ്കിൽ ആ പണിമുടക്കിന് ഏതെങ്കിലും തരത്തിലുള്ള ചലനമുണ്ടാക്കാനോ കേരളത്തിന് പുറത്ത് സാധിച്ചിട്ടില്ല എന്ന കൃത്യമായ വിലയിരുത്തലാണ് നടത്താൻ സാധിക്കുന്നത്. ഒപ്പം ഈ പണിമുടക്ക് എന്തിനാണ് എന്ന ചോദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കേന്ദ്ര നയത്തിനെതിരെ എന്ന് പറയുമ്പോഴും കേന്ദ്രം അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ള ലേബർ കോഡാണെങ്കിലും കേന്ദ്രത്തിൻ്റെ എന്ത് നയത്തിൽ ഏത് പ്രശ്നങ്ങളാണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ പോലും പണിമുടക്ക് പ്രഖ്യാപിച്ചവർക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും ഡൽഹിയിൽ ജനജീവിതം സാധാരണഗതിയിലാണ്. നിരത്തുകളിൽ വാഹനമുണ്ട്. സ്വകാര്യ സർക്കാർ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. മറ്റെല്ലാ സംവിധാനങ്ങളും സാധാരണഗതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഡൽഹി മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ സമാനമായ അവസ്ഥയാണുള്ളത്. ജിഷ്ണുവില്ലാത്ത ഒരു സംശയമുള്ളത്, ഈ ഇടത് സംഘടനകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ കേരളത്തിൽ മാത്രമുള്ളൊരു സംവിധാനമാണ്. കേരളത്തിന് അപ്പുറത്ത് അവർക്ക് ഒരു കൊടി കുത്താൻ പോലുള്ള ആളില്ല. അത് ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സാഹചര്യം ഇതാണ്. പക്ഷേ ഇതിനകത്ത് ഈ കോൺഗ്രസ് അനുകൂല സംഘടനകൾ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിന് അധികാരമുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ. പേരിനെങ്കിലും ഹിമാചൽ പ്രദേശുണ്ട്, അല്ലെങ്കിൽ കർണാടകയുണ്ട്, തെലുങ്കാനയുണ്ട്. അവിടെയൊക്കെ എന്താണ് സാഹചര്യം? അതായത് അവിടുത്തെ കോൺഗ്രസ്സുകാരും ഇന്ന് പണിക്ക് പോയിട്ടുണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അതും തീർച്ചയായും INTUC പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് അവസ്ഥ. എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് ഇന്നത്തെ ഈ ഒരു പണിമുടക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പണിമുടക്ക്, ഇന്ന് ഇത്തരത്തിലൊരു പണിമുടക്കുണ്ട് എന്നുള്ളത് ഈ ആളുകളെ അറിയിക്കുന്നതിനോ ജനങ്ങളെ അറിയിക്കാനോ അത്തരത്തിലൊരു പണിമുടക്ക് നടത്താനോ കേരളത്തിന് പുറത്ത് ഈ സംഘടനകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള ചലനം പണിമുടക്കിന് സൃഷ്ടിക്കാൻ അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയാണെങ്കിലും ഇടത് സംഘടനകളാണെങ്കിലും ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഒപ്പം ഡൽഹിയിൽ വലിയ തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനുള്ള ഒരു ആസൂത്രണം ഈ എല്ലാ സംഘടനകളും ചേർന്ന് നടത്തിയിരുന്നെങ്കിൽ പോലും ഇതുവരെ അതിൻ്റെ സമയം നിശ്ചയിച്ചിട്ടില്ല, അത് കൃത്യമായി അറിയിച്ചിട്ടില്ല. കാരണം അത്രയധികം ഈ പണിമുടക്ക് എന്ന് പറയുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി വാഹനങ്ങൾ തടയാൻ ഡൽഹിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള അറിയിപ്പുകൾ ഏതായാലും വന്നിട്ടില്ല. ഡൽഹി സാധാരണഗതിയിൽ തന്നെ മുൻപോട്ട് പോവുകയാണ്. ഡൽഹി മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നും തന്നെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. ഗൗതം, അതായത് ജിഷ്ണു, അവിടെ വാഹനങ്ങൾ നിരത്തിൽ ഓടുകയാണ്, സാധാരണ നിലയിലാണ്. അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ അടക്കം സാധാരണ പോലെ തന്നെ തുറന്നു പ്രവർത്തിക്കുകയാണ്. ജനജീവിതം പഴയതുപോലെ ഇന്നലെ വരെ എങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഇപ്പോഴും തുടരുകയാണല്ലേ? തീർച്ചയായും യാതൊരു തരത്തിലും ഈ ഒരു ബന്ദ് ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. കാരണം
ജനങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ്. സബ്ജി ആജ് कोई कुछ संगठन ने ना नेशनल वाइड बंद ऑर्गेनाइज किया, आपको मालूम है? जी आज केरला करके कुछ केरलम करके सब लोगों का है। मैं भी ड्राइवर हूँ। मेरा नाम नवीन जोशी है और बीजेपी से बिलोंग करता हूँ। ഓക്കെ ഉസ്കോ തോ കേരളത്തിൽ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ള സാധനം കേരളത്തിൽ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതിനപ്പുറത്തേക്ക് യാതൊരു കാര്യവും അറിയില്ല എന്നുള്ളതാണ് വ്യക്തം. ആ ജന वो जो CITU लेफ्ट विंग जो इधर का नहीं पूरा नेशनल में बंद किया है, वो कुछ ये इधर कोई बेंच नहीं है. ഓക്കെ ഓക്കെ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു കാര്യവും അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. കേരളത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള സാധനം അറിയാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ എന്താണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഖിലേന്ത്യാ പണിമുടക്ക് നമ്മളെല്ലാ ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ പറയുന്നത് കേരളത്തിനപ്പുറത്തേക്ക് ഈ ബന്ദ് എത്താത്തത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ദേശീയ പണിമുടക്ക് എന്ന് ഇതിനെ വിളിക്കുന്നു എന്നുള്ളത് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. അതിന് സമാനമായി തന്നെ കേരളത്തിന് പുറത്തുള്ള ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ സംഘടനകളുടെ ആളുകൾക്ക് പോലും ഇത് ഇത്തരത്തിലൊരു പണിമുടക്കുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ പോലും സാധിക്കില്ല. ജിഷ്ണു, എന്തായാലും ആ സാഹചര്യം വ്യക്തമാണ്. ഈ അഖിലേന്ത്യാ പണിമുടക്ക് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അത് കേവലം കേരളത്തിൽ മാത്രം. പറഞ്ഞ പോലെ തന്നെയാണ്, പണിമുടക്ക് ദേശീയമാണെന്നാണ് മാത്രം ദേശീയം. പക്ഷേ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയാണ്. നേരത്തെ ഗൗരവം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഇടതുപക്ഷ സംഘടനകൾ മാത്രമല്ല വലതുപക്ഷ സംഘടനകളും, അതായത് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പണിമുടക്കാണെന്ന് പറയാം. പക്ഷേ പണിമുടക്ക് പോയിട്ട് പ്രതിപക്ഷത്തിനെ പോലും റോഡിൽ കാണുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. എങ്കിലും ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അവിടെ ജിഷ്ണു പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. പലരും ചോദിക്കുന്നത് പണിമുടക്കുണ്ടോ എന്ന് ആദ്യം ചോദിക്കുന്നു. രണ്ടാമത് ചിലർ ചോദിക്കുന്നത് പണിമുടക്ക് എന്തിനാണെന്ന്. കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങളാണ് എല്ലാവരും അനുഭവിക്കുന്നത്. അവരാണ് ചോദിക്കുന്നത് എന്തിനാണ് ഈ പണിമുടക്ക്, അനാവശ്യമല്ലേ ഈ പണിമുടക്ക് എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലേ. മാത്രമല്ല കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പണിമുടക്കാണെന്ന് ചിലർ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഇതൊരു സമ്പൂർണ്ണ പരാജയമാണ്. അതൊരു അത്ഭുതമില്ല. കാരണം ഇത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് ഇടത് സംഘടനകളുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടന്നിരുന്നു. അതും സമാനമായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു അത്ഭുതമൊന്നുമില്ല. ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. ജനജീവിതം പഴയതുപോലെയാണ്. ചലനം സൃഷ്ടിക്കണേ അവർക്ക് ജനകീയ അടിത്തറ വേണ്ടേ? ജനകീയ അടിത്തറ ഇല്ലാത്തവൻ സമരം ആഹ്വാനം ചെയ്ത് ആര് കേൾക്കാനാണ്?